والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: تركت فيكم الثقلين كتاب الله وسنته. ഞാൻ മൃത്യുവരിച്ചെന്നാൽ എന്നെ മറവ് ചെയ്തവൻ ചുവട്ടില്ല എനിക്കിലങ്ങ സ്ത്രീകൾ പാനം ചെയ്തിട്ടും സ്നേഹം നിറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി, പ്രസിഡന്റുകളൊക്കെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ, വേദി സദസ്സിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. വിശുദ്ധമായ അതിൻ്റെ ആദ്യത്തെ പട്ടം, ആദ്യ പഠന ക്ലാസിന്റെ ആദ്യ വേദി, ഖുർആൻ ഒരത്ഭുതം എന്ന ശീർഷകത്തിന്റെ താഴെയായി ഒരു വിഷയം അവതരിപ്പിക്കാനാണ് വിനീതനായ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടെ, ആലോചനയോടെ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഉറപ്പുവരുത്തുന്നു. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയം, എല്ലാവരും നോമ്പുകാരും ക്ഷീണിതരാണ്. ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടമാകുന്ന അതിപ്രധാനമായ ചില വിഷയങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിച്ച് ഖുർആനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടാക്കി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തിരിഞ്ഞു പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ മന്ദഹാസമായി, ജീവന്റെ തുടിപ്പായി എന്നും നിലകൊള്ളേണ്ട വിശ്വാസത്തിന്റെയും അനുഷ്ഠാന കർമ്മത്തിന്റെയും ഒക്കെ ചാരകശക്തിയായി നമ്മുടെ കൂടെ നിലകൊള്ളേണ്ട, അങ്ങനെ നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അതിപ്രധാനമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു ബാലഭാഗമെങ്കിലും അറിയാത്തവൻ എന്റെ വിശ്വാസം നമ്മുടെ വിഷയത്തിന്റെ പേര് ഖുർആൻ ഒരത്ഭുതം എന്നാണ്. എനിക്ക് പറയാൻ തോന്നുന്നത് ഖുർആൻ ഒരത്ഭുതം എന്നല്ല, ഖുർആൻ ഒരു ഒന്നൊന്നര മഹാത്ഭുതമാണ്. ലോക ചരിത്രത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ്. ക്രിസ്ത്യാനികളുടെ ബൈബിളാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. അതിന്റെ കാരണം ഖുർആന്റെ കോപ്പി കുറവായതുകൊണ്ടല്ല, ലോകത്ത് ഖുർആൻ വിതരണം ചെയ്യുന്നത് അധികവും സൗജന്യമായി. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നാണ്.
ഖുർആൻ എന്ന് പേര് പറഞ്ഞത് ഖുർആനാണ്. വായിക്കപ്പെടുന്നത് എന്നുമല്ല, അമിതമായി വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിച്ചു. അതിന്റെ കൂടെ ആൻ കൂടിയിട്ടുണ്ട്. റമദാൻ പറഞ്ഞാൽ കഴിച്ചു, റമദാൻ. അപ്പോൾ അമിതമായി കഴിക്കുന്നത് എന്നാൽ റഹ്മത്ത് എന്നാൽ റഹ്മ എന്നാൽ കാരുണ്യം എന്നാൽ റഹ്മാൻ, അധികമായി കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അഭിപ്രായം. ഖുർആൻ എന്നാൽ ചെറിയ വായനയല്ല ഖുർആൻ ലോകത്ത് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ. ഇന്നും അതിന്റെ പത്തരമാറ്റോടെ തലവിൽ നിത്യപ്രാപഞ്ചിക വിസ്മയമായി ലോകത്തെ മഹാത്ഭുതമായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ പറ്റും. 1400 വർഷം കഴിഞ്ഞ് വിശുദ്ധമായ ഖുർആൻ ഈ ഭൂമിലോകത്തേക്ക് മുസ്ലിമായി വന്നിട്ട് ഇന്നും വലിയ വ്യത്യാസമില്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രം. എല്ലാം പോയത് അള്ളാഹുവിന്റെ ഒരു പതിവുണ്ട്. അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിക്കുമ്പോ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ കഴിവിനെ കമഴ്ത്തി അടിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള പ്രവാചകൻ വരെ. ഒരു പ്രവാചകൻ കടന്നു വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നിയോഗിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു കൊടുക്കുന്ന പ്രബോധനത്തിന് ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ, ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവയുടെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക്, അത്രയും വലിയ ഒരു ധിക്കാരിയെ ലോകം കണ്ടിട്ടില്ല. അന റബ്ബുക്കുമില്ല എന്ന് പറഞ്ഞു മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, മൂസ നിന്റെ റബ്ബാര? പറഞ്ഞു എന്റെ റബ്ബ് ആകാശത്ത് മഴ പെയ്യിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഇത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനാണ് എന്റെ റബ്ബിനെക്കാളും വലിയ റബ്ബ്, ഇങ്ങോട്ട് മഴ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ മഴ സ്റ്റോപ്പാണ്. ഗുളിക വീഴുന്ന സൂത്രാണ് കേൾക്കുന്നത്. പറഞ്ഞതെന്താ? ഇവിടെ മഴ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മഴ ഉണ്ടാവില്ല. അഹങ്കാരം. അങ്ങനെ അഹങ്കാരത്തിന്റെ കയ്യും കാലും മുളച്ച ഫറോവയുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ചെന്ന് ഇതിഹാസം മുഴക്കാൻ മഹാനായ കരീമുള്ളായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്നത് ഒരു വഴിയേറ്റം. മഹാനവറുകൾ അദ്ദേഹം താമസിക്കുന്ന, മൂസാ നബി താമസിക്കുന്ന നാട്ടിലെ ഒരു ചെറിയ പ്രശ്നം കാരണമായി മദീനയിലേക്ക് നാടുവിടാൻ മദീനയിലെത്തിയ മൂസാ നബി അലൈഹിസ്സലാമിനെ ആടുമേക്കുന്നയാളാവുന്നുണ്ട്. ആ ആടുമേക്കാൻ സൗകര്യത്തിന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ആടുമേക്കാൻ ആവശ്യത്തിന് ഒരു വഴി നൽകുന്നുണ്ട്. ആ വഴിയുമായി ഇങ്ങനെ നടക്കുന്ന മൂസാ നബിയെ അല്ലാഹു തആല പ്രബോധനത്തിന് വേണ്ടി തൂയിസിനാ പർവ്വതത്തിലേക്ക് വിളിക്കുന്നുണ്ട്. തൂയിസിനാ മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ വലതു കൈയിലുള്ള വഴി നോക്കിയിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, വമാ തിൽക ബിയമീനിക യാ മൂസാ? എന്താ മൂസാ നബിയെ നിങ്ങളുടെ വലതു കൈയിൽ? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ അസായ അതവക്കലു അലൈഹി വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ബിഹാ മഖാലിബുൻ ഉഖ്റാ. അതിന്റെ വടിയാണ്, ആടിനെ അരകൊണ്ടിച്ചു കൊടുക്കാനുള്ളതാണ്, അതുപോലെ എനിക്ക് ചാരി വയ്ക്കാറുള്ളതാണ്. അതല്ലാത്ത വേറെയും കുറെ കാര്യങ്ങൾ എനിക്കുള്ള എന്റെ പ്രത്യേകം കൂടെ ഉണ്ടാകുന്ന ഒരു വടിയാണിത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, എന്നാ മൂസാ നബിയെ അതിനെ നിങ്ങളൊന്ന് താഴെയിട്ടേ. മൂസാ നബി താഴെയിടുന്നു, നോക്കുമ്പോൾ അത് പാമ്പാകുന്നു. പിടിച്ചാൽ കിട്ടാത്ത അത്രയും വലിയ പാമ്പാവുകയാണ്. മൂസാ നബി പേടിച്ചു പോകുന്ന രൂപത്തിലുള്ള പാമ്പാവുകയാണ്. വലിയ ധീരനായ, വലിയ ശൂരനായ, പരാക്രമിയാവാൻ മാത്രം കഴിവുള്ള മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു പാമ്പിനെ കണ്ട് പേടിച്ചു പോകണമെങ്കിൽ ആ പാമ്പിന്റെ വലുപ്പമെത്രയാ? മൂസാ നബി തിരിഞ്ഞ് നടക്കുകയാണ്. അല്ലാഹു വിളിക്കുന്നു, ഭയപ്പെടേണ്ടതില്ല. മൂസാ നബിയെ നിങ്ങൾ ഫറോവയുടെ അടുക്കലേക്ക് പ്രബോധനത്തിന് പോകുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള വലിയ ആയുധമാകുന്നു ഈ വടി. അതുകൊണ്ടെടുത്തോളൂ, നിങ്ങൾക്ക് സഹായമാകും. കയ്യിലെടുത്തോളൂ, സൗകര്യമാകും. മൂസാ നബി അന്ന് തുടങ്ങിയതാണ് കൂടെ കൊണ്ടുനടക്കല്. അവിടുന്ന് വിജയസ്മീതിനായി
പരാജയപ്പെടുത്തിയിട്ട് ആ സമുദ്രത്തിന്റെ ആഴയിൽ മുക്കിക്കൊല്ലുന്നതുവരെയും മൂസ നബിയുടെ മേലായി കൂടെ ഉണ്ടായിരുന്നത് ആ വടിയാണ്. മൂസ നബിക്ക് ശേഷം പിന്നെ വടിയില്ല. മൂസ നബി അലൈഹി സ്വലാമിന്റെ വടി. എന്താ കാരണം? അക്കാലത്ത് ഏറ്റവും വലിയ കഴിവാണ് സിഹിർമാരണം, കൂടോട്ടം. ആളുകളെ കുപ്പിയിലാക്കുന്ന പണി, ആളുകളെ എന്നും വല്ലാതെ എന്ന് ഈ സാധനം അല്ലാതെ ഒരാളില്ലാതെ അവരെ കച്ചവടം പൊളിക്കാൻ അല്ലെങ്കിൽ അവരുടെ കുടുംബം തകർക്കാൻ ഏറ്റവും നല്ല മാർഗം, കേസെടുക്കാത്ത മാർഗമാണ് സിഹിർ. സിഹിറും മാരക കുറ്റം സമൂഹം മുമ്പിക്കാക്കാൻ പറ്റതാണ് സിഹിർ. അയ്യമ്പത്ത് ഇമാമികൾ ചർച്ച ചെയ്തിട്ടു ഒരാൾ മറ്റൊരാളെ ഇല്ലാതെയാക്കാൻ സിഹിർ ചെയ്താൽ ഇസ്ലാമിക ഭരണകൂടം എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? അവരെ കഴിച്ചു കളയണം. വ്യഭിചരിച്ചാൽ അവിവാഹിതനാണെങ്കിൽ അടിച്ച് നാട് കടത്തി പിന്നെയൊന്നും ജീവിക്കാം. ഇത് വൈവാഹിതനാണോ വിവാഹിതനാണോ എന്നൊന്നുമില്ല. സിഹിർ ചെയ്താൽ കഴിച്ചു കളയണമെന്നാണ് അയ്യമ്പത്ത് പറയുന്നത്. അത്രയും മാരകമായിട്ടുള്ള തെറ്റായ സിഹിർ. ആ സിഹിറിനെ മുഴുവനും പരാജയപ്പെടുത്തിയിട്ടാണ് ഒരു വടി അല്ലാഹു തആല കയ്യിൽ കൊടുത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വലിയ മുഅ്ജിസത്തായി അത്ഭുതമായി അല്ലാഹു തആല കൊടുത്തു. ആ വടികൾ വന്നപ്പോൾ സിഹിറൊക്കെ പമ്പ കടന്നു. ഒരു സിഹിറിനും ഒരു നരകവും ഉണ്ടായില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടികൾ അത്ഭുതപ്പെട്ട ഫറോവ ഇതൊരു മഹാത്ഭുതമാണെന്ന് മനസ്സിലാക്കിയപ്പോ നാട്ടിലുള്ള മുഴുവൻ സാഹിത്യങ്ങളെയും വിളിച്ചു വരുത്തുന്നുണ്ട് മൂസാ നബിയെ പരാജയപ്പെടുത്താൻ. എല്ലാ സാഹിത്യങ്ങളും സഹോദരൻ മുഴുവൻ വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ അന്വേഷിച്ച് എവിടെയാണ് മൂസാ എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. മൂസാ നബിയെ കണ്ട അവർ തിരിച്ചുപോയിട്ട് ഫറോവയോട് പറയാണ്, ഇത് സിഹിറല്ല, മരണമല്ല, ഇത് ജാലകശക്തിയല്ല, ഇത് അത്ഭുതമല്ല, ഇത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ഭുതമാണ്. കാരണം ഒരു സിഹിറിന് ആ സിഹിറുകാരൻ മറന്നൊന്നും നിലനിൽക്കില്ല. മൂസാ നബി കടന്നുറങ്ങുന്ന സമയത്ത് മൂസാ നബിയുടെ സംരക്ഷകനായി പ്രൊട്ടക്ടറായി മൂസാ നബിയുടെ അടുത്ത് വടി നിലയുറപ്പിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്തോ മഹാത്ഭുതമാകുന്നു. അവരൊക്കെ മുസ്ലിമായി. എല്ലാ സഹത്തും എല്ലാ സാഹിത്യങ്ങളും മുസ്ലിമായി മാത്രമല്ല, ഒരൊറ്റ നിമിഷം കൊണ്ട് അവര് സുഹദാക്കളുമായി. ഈ സിഹിറിന്റെ മുന്നിൽ പരാജയപ്പെടേണ്ട വിജയിക്കാൻ ഈ വടിയുടെ മുന്നിൽ, അതായത് അവരും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ ഡിബേറ്റ് നടക്കുകയാണ്, പോരാട്ടം നടക്കുകയാണ്, വാദപ്രതിവാദം നടക്കുകയാണ്. സിഹിറിലായി അല്ലാഹുവിന്റെ കൈവാണെന്ന് മനസ്സിലായ സമയത്ത് എല്ലാ സഹത്തും സാഹിത്യങ്ങൾ മുഴുവൻ സുജൂദിൽ വീഴാണ്. ഫറോവ അഹങ്കാരി അവർക്ക് ശിക്ഷ വിധിക്കുന്നു, നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വർത്താനം എന്താണോ? കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ വർത്താനം എന്താണോ? പെട്ടെന്ന് കൊണ്ടു, സമയം താമസിക്കരുത്, പെട്ടെന്ന് കൊണ്ടു. അവർ കൊലപാതകങ്ങൾ നടപ്പാക്കാൻ കൈകൾ ഖിലാഫിൽ വിളിക്കാൻ വലത് കൈയും ഇടതുകാലും ഇടത് കൈയും വലതുകാലും അങ്ങനെ ഖിലാഫിൽ കുറിച്ച് കുരിശിൽ നാട്ടി രക്തം മാറുന്ന മരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ കൊല ചെയ്യലായിരുന്നു ഫറോവയുടെ തീരുമാനമെങ്കിൽ അത് മുന്നോട്ട് വരിക. ഫസ്റ്റ് ഞാൻ എന്താ കാരണം അറിയോ? ആ സമയത്ത് സുജൂദിൽ വീണപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയിൽ അത്ഭുതം കൂടി സുജൂദിൽ വീണ സമയത്ത് അല്ലാഹു തആല അവർക്ക് മുഴുവനും സ്വർഗ്ഗത്തിൽ അവർക്ക് ലഭ്യമാകാൻ പോകുന്ന അത്ഭുതം കാണിച്ചു കൊടുത്തു. ഒരു പ്രവാചകന്റെ മുഅ്ജിസത്തിനെ അംഗീകരിച്ച് ആ മുഅ്ജിസത്തിൽ അത്ഭുതം കൂടി പടച്ചറപ്പിൽ സാധാരണ ചെയ്ത ആളുകൾക്ക് അപ്പോൾ തന്നെ അല്ലാഹു തആല അത്ഭുതം കാണിച്ചു കൊടുത്തു. നമ്മളൊക്കെ കയ്യിൽ ഖുർആൻ ഇന്നിപ്പോ നമ്മൾ വന്നാൽ തന്നെ എന്ത് അത്ഭുതമാണെന്ന് ചോദിക്കാൻ, എന്ത് അത്ഭുതമായി ഒരാളെ ദിവസങ്ങളോട് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് 25 വർഷമായിട്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിസമ്പന്നനായിട്ടുള്ള ആളുകൾ. അയാൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി നന്നായി കാശ് ചെലവഴിക്കും, ഖുർആൻ പഠിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ ക്ലാസ് എടുത്തിട്ട് റോഡിൽ പോയപ്പോൾ അയാളോട് പറയുകയാണ്, സത്യത്തിൽ ഉസ്താദെ ഞാൻ ഒരുപാട് കാലമായി ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഖുർആന്റെ ക്ലാസ് നോക്കി ഞാൻ അർത്ഥങ്ങൾ ഞാൻ പഠിക്കുന്നു. എനിക്കിതിന്റെ അത്ഭുതം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ആളുകൾ മനസ്സിലാക്കിയത് ഖുർആനിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിന്റെ ആയത്തുകളാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. മലയാളത്തിലുള്ള പരിഭാഷ വായിച്ചു നോക്കുമ്പോൾ അധ്യായം 2
കൃഷിക്കാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള തൊഴിൽ പറയാൻ സംഭവമായിട്ടുള്ള അധ്യായം 2 പ്രശ്നം. ഇനി എന്താണ് അത്ഭുതം? അത്ഭുതം വഴിയെ വരാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിക്കുന്നുണ്ട്. സൂറത്തുൽ ആദിയിൽ അല്ലാഹു തആല സംഭവം പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പ്രബോധനത്തിന് വേണ്ടി തന്റെ പ്രബോധന സമൂഹത്തിലേക്ക് കടന്നു ചെന്ന സംഭവം വിശുദ്ധമായ ഖുർആൻ ആലിംനായിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്: വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിൻ റബ്ബികും അന്നീ അഖ്ലുഖു ലക്കും മിൻ അത്വീരി കഹയ്യത്തി തയ്യിർ ഫയഖൂലു തയ്റൻ ബിഇذനില്ലാഹ് വഉബിരി ലക്കും മഅൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅഖുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. മൂസാ ഈസാ അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോൾ അല്ലാഹു തആല കൊടുത്ത കടികൾ ഗ്രന്ഥമല്ല. എന്നാൽ മൂസാ നബിക്ക് ഗ്രന്ഥമല്ലേ? ഇല്ലേ? ഏതാ ഗ്രന്ഥം? തൗറാത്ത്. തൗറാത്ത് അത്ഭുതമായുള്ള പരിചയപ്പെടുത്തുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥമാണ് ഏത്? ബൈബിളാണ്. ബൈബിളാണ്. ഇഞ്ചി പുതിയ നിയമം. ഇന്ന് ക്രിസ്ത്യാനികൾ പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം തൗറാത്ത്, പുതിയ നിയമം ഇഞ്ചി. അതാ പുതിയ നിയമം, പഴയ നിയമം. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഇഞ്ചിയിലെ അല്ല ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ബൈബിൾ. ആ ബൈബിളെ ഇഞ്ചിയിലെ അങ്ങനെ ഇഞ്ചിയിൽ നൽകപ്പെട്ട ഈസാ നബിയുടെ ഒരു മഹത്തായ പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട കഴിവായി അല്ലാഹു തആല പറയുന്നത് വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ. ബനൂ ഇസ്രായേലിലേക്ക് റസൂലാണ്, പ്രവാചകനാണ്. അങ്ങനെ പ്രബോധിത സമൂഹത്തിലേക്ക് കടന്നു ചെന്ന ഈസാ നബി പറയുന്നത് ഇങ്ങനെയാണ്: അന്നീ ഖദ് ജിഅ്തുകും ബിആയ, ഞാൻ ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇഞ്ചിയിലല്ല, ബിആയ, ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ബിആയത്തിൻ മിൻ റബ്ബിക്കും, എന്താണ് എന്റെ ദൃഷ്ടാന്തം? അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിൻ റബ്ബിക്കും അന്നീ അഖ്ലഖു ലക്കും മിൻ അത്വീരി കഹയ്യത്തി തയ്യിർ ഫയഖൂലു തയ്റൻ ബിഇذനില്ലാഹ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ? ഞാൻ ജന്മന കണ്ണ് നഷ്ടപ്പെട്ട ആളുകൾക്ക് കണ്ണ് തിരിച്ചു. അന്നീ അഖ്ലഖു ലക്കും മിൻ അത്വീരി കഹയ്യത്തി തയ്യിർ ഫയഖൂലു തയ്റൻ ബിഇذനില്ലാഹ്. മണ്ണിൽ നിന്ന് ഞാൻ ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കും. അങ്ങനെ രൂപമുണ്ടാക്കിയ പക്ഷിയെ ഞാൻ അതിനോട് കൂട്ടിയില്ല, അല്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ സമ്മതപ്രകാരം പാറിപ്പറക്കണമെന്ന് പറഞ്ഞാൽ ആ പക്ഷി അത് ഈ ഹവയിലൂടെ അന്തരീക്ഷത്തിലൂടെ അല്ലാഹുവിന്റെ സമ്മതപ്രകാരം പാറിപ്പറക്കും. ഞാൻ അതിനോടൊന്ന് പാറിപ്പറക്കാൻ പറഞ്ഞാൽ മതി. കേവലം മണ്ണിനോട് പാറാൻ പറയുമ്പോൾ അത് പാറിപ്പോകാൻ മാത്രം മരിച്ചതിനെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈസാ നബിക്കുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് വയലു പറയാൻ മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജ് വെക്കാൻ വയലു പറയട്ടെ. പിന്നെ ഈസാ നബിയുടെ വയലുണ്ടാകും. ആളുകളെ പള്ളിക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഖബർസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഖബർസ്ഥാനിൽ ചെന്ന് മീസാൻ കല്ലുകൾക്ക് താഴെ കിടക്കുന്ന ആളുകളുടെ പേരൊക്കെ കുറിച്ചിട്ട് പറയും എന്ന് പറയുകയും അങ്ങനെ ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആളുകളോട് അവരുടെ ഖബറിന്റെ അവസ്ഥകൾ പറയാൻ പറയുകയും അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തുകയും ചെയ്യുകയും നൂഹ് അലൈഹിസ്സലാമിനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഹയാത്താക്കുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ മകനാണ്. സാമിനെ ഹയാത്താക്കുന്നത്. സാമി ഖബറിൽ നിന്ന് എഴുന്നേറ്റു. സാമിനെ കണ്ടപ്പോൾ ആളുകളൊക്കെ പേടിച്ചുപോയി. കാരണം സാമിന്റെ സാമിന്റെ മുടി വെളുത്തം. അപ്പോ അന്ന് നിലയില്ല, സാമിന്റെ കാലത്ത് നിലയില്ല. അപ്പൊ എന്താണ് ഇക്കാലത്തും കേട്ടോ നില അല്ലേ? എപ്പോഴും നില കാണാം. അപ്പൊ നിലയിലാണ്, നിലയ്ക്ക് അവിടെ പോയി കഴിയില്ലേ? ഇപ്പൊ ഒക്കെ കാണൊക്കെ കറുപ്പ്. ഞാൻ പിന്നെ ബാർബർ ഷോപ്പിൽ താടി ശരിയാക്കാൻ വേണ്ടി പോയി. ഒരു പ്രായം വരെ പാപ്പ വന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് ഞാനവിടെ കുറച്ച് സമയത്ത് കഴിയുന്ന പിന്നെ ഞാൻ അവിടെ കൂടെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അയാൾ പോയി. അങ്ങോട്ട് പോയത് എന്തൊരു അത്ഭുതം. അങ്ങോട്ട് പോയത് വയസ്സ്, ഇങ്ങോട്ട് പോകുന്നത് ചെറുപ്പക്കാരാണ്. പറ്റിയ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ മാത്രമല്ല നല്ല ഉഷാറാണ് ചെറുപ്പക്കാർ. സാന്ദർഭികമായി പറയാൻ സഭോഹിക്കാക്കാൻ വേണ്ടിയിട്ടുണ്ട്. 7 വർഷങ്ങളല്ല 70 വർഷങ്ങളല്ല അതിലെന്തെയിട്ടുണ്ട്. നിരച്ചപ്പടി കറുത്തി മാരകമായ തെറ്റായിട്ട് കുറ്റമായി മുസ്ലിം ഹദീസിൽ കാണാം.
അവർ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല അവർ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണല്ലോ, സ്വർഗത്തിന്റെ പരിമളം 70 വർഷത്തെ വൈദ്യുതത്തെ കടിച്ചു വീശുന്ന അത്രയും വലിയ പരിമളം. യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടികടക്കാൻ കഴിയുന്ന സന്ദർഭത്തിലുണ്ട്. യുദ്ധാവശ്യത്തിൽ മാത്രം ശത്രുക്കളെ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് വഞ്ചനയാണ്, ഏറ്റവും വലിയ വഞ്ചനയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അറിഞ്ഞിട്ടാണെങ്കിൽ അറിയാതെയാണെങ്കിൽ അത് തിരിച്ചറിയും. അതിൽ അബദ്ധം സംഭവിച്ചു പോയത് അള്ളാഹുവിനോട് പൊരുത്തപ്പെടുകയും പാപമോചനം നടത്തുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോട് അങ്ങനെ നമ്മളെ ശ്രദ്ധയിൽ ആരും പറഞ്ഞു അനകമായി പറ്റാണ്, ചെറിയ കുറ്റല്ല. എന്നാൽ സൂക്ഷിക്കാം, മഞ്ഞക്കള് കൊടുക്കാം. ഹദീസിൽ കാണാം, അപ്പോൾ വെളുത്ത താടിരോമങ്ങളും കരരോമങ്ങളും കണ്ടപ്പോൾ മഹാനായ ഈ വെള്ളം നിങ്ങൾ ചെയ്താക്കണം. ആ കാര്യത്തിനെ കടത്തിക്കരുത്, മറ്റു പലതരത്തിലുള്ള ഉപയോഗപ്പെടുത്താം. മനസ്സിലാക്കാൻ തോന്നിക്കുന്നതിന്റെ മറ്റൊരു അർത്ഥം അതിലുള്ളത് സാമ്പത്തികമായി ഉറപ്പാണ് ജനാപത്ത് കൂടി ശരിയാവും. ജനാപത്ത് കൂടി ശരിയാവും. കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ വെള്ളം ശരീരത്തിലും താടിയിലും മുടിയിലും വെള്ളം ചേരേണ്ട സ്ഥലത്ത് വളരെ കൃത്യമായി വെള്ളം ചേർന്നാൽ മാത്രമേ ജനാപത്ത് കൂടി ശരിയാവുകയുള്ളൂ, ഒന്നുകൂടി ശരിയാവുകയുള്ളൂ. ജനാപത്തുകാരനായി പള്ളിയിൽ വന്നതിന്റെ ശിക്ഷ താടി കൂടി കർപ്പിച്ചിട്ട് പള്ളിയിൽ വന്നാലുള്ള പ്രശ്നം പള്ളിയിൽ കയറാൻ പറ്റില്ല. ഈ താടി കർപ്പിച്ചിട്ട് പള്ളിയിലേക്ക് ചീത്തറേണ്ട. താടി കർപ്പിച്ച് പള്ളിയിൽ കയറാൻ പറ്റില്ല, ജനാപത്തുകാരനായി പള്ളി കയറാൻ. ജനാപത്ത് റെഡിയാവുക എന്തുണ്ടെങ്കിൽ ശരീരത്തിൽ ഈ സാധനമുണ്ടെങ്കിൽ മൈലാഞ്ചികൾ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന മൈലാഞ്ചികൾ ഉണ്ടല്ലോ, കമ്പോളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൈലാഞ്ചികൾ, കൊണ്ടുവരുന്ന മൈലാഞ്ചികളിൽ തന്നെ കെമിക്കലുകളുണ്ട്. നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചികൾ വളരെ വിരളമായിട്ടാണ് കടകളിൽ ലഭ്യമാകുന്നത്. അത്തരം മൈലാഞ്ചികൾ ഉപയോഗിക്കുന്നത് തന്നെ പിന്നീട് ആ കളർ ഇടങ്ങി പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഒന്നും ശരിയല്ല, ഇന്നലകളിൽ നിസ്കരിച്ച നിസ്കാരം ശരിയല്ല, നമ്മൾ നിർവഹിച്ച കുടി ശരിയല്ല. അങ്ങനെ പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജനാപത്തുകാരനായി പള്ളിയിൽ കയറിയതും ജനാപത്തുകാരനായി നിസ്കരിച്ചതിന്റെ ശിക്ഷ വേറെ. മനസ്സിലാകാതെ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ എന്തെങ്കിലും അതിനെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോദി കൽപ്പിക്കുന്ന ആളുകളുടെ ഞാൻ പറഞ്ഞത് മഹാനായ സ്വാമിങ്ങനെ മുടി മനോഹരമായി ഉണ്ടായിരുന്ന കറുത്ത മുടി മരണപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന മുടി വെളുത്തുള്ളപ്പോൾ ചോദിച്ചില്ല, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അവർ ഒറ്റ വയറ് മതിയായി. സാമ പറഞ്ഞു, ഞാൻ ഈ മുടി നയിക്കാനുള്ള കാരണം നിങ്ങൾ ഒരൊറ്റ വിളിയിലാണ്. നിങ്ങളിപ്പോൾ അവരിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഇത് മശ്ശറയിലേക്ക് നീക്കാനുള്ള വിളിയാണമാണോ എന്ന് പേടിച്ചിട്ട്, കാരണം അത്രയും ഭയാനകമാണ് അവരുടെ അകത്തളം. അപ്പൊ നിങ്ങൾക്ക് മരണത്തിന് വേദന ഉണ്ടായിരുന്നു. മരണത്തിന്റെ വേദന നയിച്ചാൽ ഇതുവരെ തീർന്നിട്ടില്ല. ആ വേദനയിൽ കിടക്കുമ്പോഴാണ് ഉള്ളത് വന്ന് വിളിക്കുന്നത്. ഇത് ഹിസാബിന് വേണ്ടി അള്ളാഹു വിളിക്കുകയാണോ എന്ന് പേടിച്ചിട്ടാണ് എന്റെ മുടി മുഴുവൻ വെളുത്തുപോയത് എന്ന് സാമൂഹ്യ അലൈഹിസ്സലാം പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അങ്ങനെ ഈസാബിക്കുള്ള കഴിവാണത്. ഞാൻ ഒരു പക്ഷിയെ ഉണ്ടാക്കി ആ രൂപത്തിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ മാത്രമല്ല, ജന്മന കണ്ണ് നഷ്ടപ്പെട്ട ആളുകൾക്ക് കണ്ണ് തിരിച്ചു കൊടുക്കും. ജന്മന വെള്ളപ്പാണ്ട് അസുഖം പിടിപെട്ടു പോയിരുന്ന ആളുകൾക്ക് ഞാൻ ശരീരത്തിലുള്ള തടവിയാൽ അവരുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകും. അങ്ങനത്തെ ഒരു കഴിവിരിക്കുന്നത് മാത്രമല്ല, നിങ്ങളെല്ലാം കഴിച്ചത് എന്നിട്ട് നിങ്ങളെ മുഖത്ത് നോക്കി പറയാൻ കഴിയും നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്താണ് എന്ന്. ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവമായി കണ്ട് പറയാനുള്ള കഴിവിരിക്കുന്നു ജനങ്ങള് എന്ന് പറഞ്ഞിട്ടാണ് അത്ഭുത കഴിവായിട്ടാണ് ഇഞ്ചിയിൽ നിന്ന് ഗ്രന്ഥം നൽകപ്പെട്ട ഈസാ അലൈഹിസ്സലാം തന്റെ പ്രബോധന
ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ദാവൂദ് നബിക്കും അല്ലാഹു ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. പക്ഷേ ദാവൂദ് നബിക്ക് അല്ലാഹു നൽകിയ പ്രധാനമായ ഈസാ നബിക്ക് അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുക്കാനുള്ള കാരണം ഈസാ നബി അലൈഹിസ്സലാം ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് വൈദ്യന്മാരുടെ കാലമായിരുന്നു. ഏറ്റവും 7 രോഗങ്ങളെയും മരുന്നില്ലാതെയും മരുന്നോടുകൂടെയും ഒക്കെ ഭേദപ്പെടുത്താൻ കഴിയുന്ന അത്ഭുത സിദ്ധിയുള്ള വൈദ്യന്മാർക്കിടയിലേക്കാണ് അത്ഭുത സിദ്ധിയായ ഈസാ അലൈഹിസ്സലാം വരുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഡോക്ടർമാരെ ആ ഡോക്ടറാണ് ഈസാ നബി അലൈഹിസ്സലാം. ജന്മനാ ജനിച്ചപ്പോഴേ കണ്ണ് നഷ്ടപ്പെട്ടു പോയാൽ കണ്ണ് തിരിച്ചു കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഇല്ല. ഇസ്ലാമിക ചികിത്സ ഉണ്ടോ? ഇല്ല. ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയില്ല. വെള്ളപ്പാണ്ടിനും പൂർണ്ണമായി അതിനെ രേഖപ്പെടുത്തുന്ന ചികിത്സയില്ല. എന്നാൽ ഈസാ നബി എന്ന ഡോക്ടറിലേക്ക് കടന്നു വരുമ്പോ അന്ന് എല്ലാ വീട്ടിലും ഡോക്ടർമാരുണ്ടാവും. ഈസാ നബിയുടെ കാലത്ത് എല്ലാ വീട്ടിലും ഡോക്ടർമാരുണ്ടാവും. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ജീവിക്കുന്ന കാലങ്ങളാണ് യുദ്ധങ്ങളുടെ കാലമാണ്. സമരപോരാട്ടങ്ങളെ കൊണ്ട് ആ സമരപോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ശത്രുക്കളെ നിഷ്പ്രയാസം മതിലെടുക്കാൻ കഴിയുന്ന അത്രയും വലിയ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ജനങ്ങൾ ജീവിക്കുന്ന കാലത്ത് മഹാനായ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സൂറത്തുൽ സബഇൽ പറയുന്നുണ്ട്. നമ്മളെ ഭാര്യമാരെ പെണ്ണുങ്ങളൊക്കെ കയ്യില് മാവ് കിട്ടിയതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഇരുമ്പ് കിട്ടിയാൽ, ഇരുമ്പ് കയ്യിൽ കിട്ടിയാൽ കയ്യിലിട്ടുകൊണ്ട് തന്നെയും അതുകൊണ്ട് പലതും ഉണ്ടാക്കാൻ കഴിയുന്ന പോലെ കൈ കൊണ്ട് ഇരുമ്പിനെ യഥേഷ്ടം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ നിർമ്മിക്കാൻ ഉപകാരപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കാൻ നിമിഷനേരങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുള്ള ഒരു മഹാ അത്ഭുതമായി ബഹുമാനപ്പെട്ട ദാവൂദ് നബിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഓരോരോ പ്രവാചകന്മാരും വരുമ്പോൾ അവരുടെ കാലഘട്ടത്തിലുള്ള കഴിവുകളെ പരാജയപ്പെടുത്താൻ എന്തിനാന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാനാണ്. അവർക്ക് അത്ഭുതമായി തോന്നുന്ന ഇന്നിപ്പോ വലിയ അത്ഭുതം എന്താ? ഇന്നോടൊക്കെ ദേശം വയ്ക്കുന്ന ആളുകൾക്ക് സിക്കലുണ്ട്, ദേശം തോന്നുന്നുണ്ട്. ഞാൻ ഈ കുടികൾക്കുള്ള വിഷയം പറഞ്ഞാൽ ഇവിടെ ആരെക്കുറിച്ചല്ല തെറ്റിദ്ധരിക്കരുത്. ഞാൻ സാന്ദർഭികമായി ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരു കുറ്റക്കാരനാണല്ലേ, നിങ്ങൾ കുറ്റക്കാരനാകുകൊണ്ട് ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടാവാം. എനിക്കറിയാം ദിവസം പഠിക്കുന്ന സമയത്ത് ഇത് അറിയാത്തൊരു സുഹൃത്ത് അദ്ദേഹം ഗൾഫിൽ വന്ന സമയത്ത് ഈ ഹദീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ നല്ല മനുഷ്യൻ. പിന്നെ തുടർന്ന ദിവസങ്ങളിൽ നല്ല സമൃദ്ധമായ വെള്ളത്താടിയും അദ്ദേഹത്തെ കൈപിടിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് അറിയില്ലായിരുന്നു, എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യായിരുന്നു. നല്ല മെച്ചമായ മനുഷ്യനാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ താടിയുണ്ട്, നല്ല മനോഹരമായ പ്രകൃതിയുമുണ്ട്. ഒരാൾ അത് ഉൾക്കൊണ്ടാൽ അത് അല്ലാഹുവിന്റെ ഗുണമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാം. ഇന്നത്തെ പ്രത്യേകത ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് എന്തിനെയാണ്? ശാസ്ത്രത്തെയാണ്. ശാസ്ത്ര നിരീക്ഷണ ഗവേഷണ അത്ഭുതകരമായ സംഭവങ്ങളെ സംബന്ധിച്ചാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഗവേഷണങ്ങൾ എന്തൊക്കെയാണ്, പുതിയ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് വാനലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അല്ലെ? അപ്പൊ ഇന്നാണ്